ഹലോ എവ്രിവൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ എത്ര നാൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഡീപ് ബ്രീത്ത് എടുത്തതിന് ശേഷം പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് 70 to 80% കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പൊ ഇതിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അഫേം ചെയ്തിട്ട് പോസിറ്റീവായിട്ട് എടുക്കാം. ഓക്കെ, സോ പ്ലീസ് ഡീപ് ബ്രീത്ത് എടുക്കൂ കേട്ടോ. യെസ്, അപ്പൊ നമ്മള് ഇവിടെ 5 കാർഡ്സ് പതിവ് പോലെ എടുത്തിട്ടുണ്ട്. ഇനിയുള്ള റീഡിംഗ് നമ്മൾ ഈ കാർഡ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നല്ല രീതിക്ക് ഡീപ് ബ്രീത്ത് എടുത്തതിന് ശേഷം പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കും കേട്ടോ. ആദ്യമേ തന്നെ ഈ വീഡിയോ കാണുന്ന ഒരു 80% ആൾക്കാർക്കും ഓൺ ആൻഡ് ഓഫ് കണ്ടീഷനിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ച് നാൾ നിങ്ങൾ നല്ല രീതിക്ക് സ്നേഹത്തിലായിരിക്കും, നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, ജസ്റ്റ് ലൈക്ക് നല്ല ഡീപ്പാണ്. അതായത് ഒരു ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ നല്ല രീതിക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അതിനുശേഷം നിങ്ങൾ ഓഫിലോട്ട് പോവാണ്. അതായത് ന്യൂ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് നിങ്ങൾ വരാണ്. ആളെ കുറിച്ചൊന്നും അറിയില്ല, നിങ്ങളുടെ ഒരു കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഫൈറ്റ്സ് വരാണ് അതിന്റെ ഇടയ്ക്ക്. അപ്പോഴേക്കും ഇഷ്യൂസ്, അതായത് ഈഗോസ് കയറി വരികയാണ് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് എനിക്ക് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 1 വീക്കോ 2 വീക്ക്, ചിലവർക്ക് അത് 1 മന്ത് വരെ പോകുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും മിണ്ടാൻ പറ്റാണ്ട്, കാണാൻ പറ്റാണ്ട് വിഷമിച്ചിട്ട് പിന്നെയും റീകൺസിലേഷനിലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം രണ്ടുപേർക്കും മിസ്സിങ്സ് ഉണ്ട്, ഇഷ്ടമുണ്ട്, നല്ല രീതിക്ക് സ്നേഹവും കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ട് കാണുന്നില്ല. അതേപോലെ തന്നെ ഇതിൽ ചില ആൾക്കാരുടെ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടുന്നതിന്റെ ഒരു വളരെ 100% എഫേർട്ട് മാത്രം ഇടുന്ന ഒരാൾക്കാരാണ്. അതായത് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കുന്നതായിരിക്കും, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ്, അവരിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ്, നിങ്ങൾ പറയുന്ന എല്ലാ കഥകളും അവർ കേട്ടിരിക്കുമായിരിക്കും. ഒരുപാട് സമയം ഫോൺ വിളിച്ച് സംസാരിക്കുന്നവരായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വരാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരാണ്, നിങ്ങൾക്ക് അർജന്റായിട്ട് മണി വേണം എന്ന് പറയുമ്പോൾ പോലും അവർക്ക് അത് അറിയാം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരും. എന്നാൽ പോലും അറിഞ്ഞുകൊണ്ട് അവരത് പെട്ടെന്ന് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നില്ല. അത് നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരു അവസാന സമയത്തായിരിക്കും ആള് കുറച്ച് ഓക്കെ ഇത് നീ വെച്ചോ എന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എഫേർട്ടാണ് ആളുടെ ഭാഗത്തു നിന്ന് കാണുന്നത്. ഓക്കെ, ബിക്കോസ് മോസ്റ്റ്ലി എനിക്ക് വളരെ ലോ വൈബ്രേഷൻ ആണ് കിട്ടുന്നത്. നിങ്ങൾ ഒരുപാട് ഈ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം നിങ്ങൾക്ക് ആ പേഴ്സണെ അത്രത്തോളം ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിങ്ങളെക്കാളും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി, പവർഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ബ്യൂട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രയും ഡീപ്പായിട്ട് പറയാൻ പറ്റില്ല, ഒരു സ്റ്റെക്നെസ് വരാണ്. അതായത് ആൾക്ക് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ മനസ്സിലാവില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ആളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന രീതിയിലുള്ള വൈബ്രേഷനും എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ അത്രയും മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അത് പേഴ്സൺ എന്ന് പറയുന്നത് ഷീ ആയിരിക്കാം അല്ലെങ്കിൽ ഹീ ആയിരിക്കാം. ഓക്കെ, രണ്ടുപേരും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് കാണുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫൈറ്റ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും രണ്ടുപേർക്കും പറ്റാതെ ആവാണ്. രണ്ടുപേരും റീകൺസിലേഷൻ, അതായത് രണ്ടുപേരും പിന്നെയും കോണ്ടാക്റ്റിലോട്ട് വരികയും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ
കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണേക്കാളും കൂടുതൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സും വിഷമങ്ങളും അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇതില് ചില ആൾക്കാർക്ക് ഒരു വലിയ പെർസെന്റേജ് അല്ല പറയുന്നത്, ചെറിയൊരു പെർസെന്റേജ് ആൾക്കാർക്ക് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റും ഞാൻ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. മേ ബി ഒരു ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി എക്സ്ക്യൂസസ് പറയുന്നവരായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ എന്താ പറയാ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റും ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ട്ടോ. സോ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ തന്നെയായിരിക്കും കേട്ടോ. നിങ്ങൾ പിന്നെ സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടീനെ എങ്ങനെയും റിമൂവ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ. കാരണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിങ്ങൾ എത്ര സാക്രിഫൈസ് ചെയ്താലും നിങ്ങളുടെ ലൈഫ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, സോ ഞാൻ പറയുകയാണെങ്കിൽ വളരെ ലോ വൈബ്രേഷൻ ആണ്. ഒരു 70% ചാൻസസ് ആണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ട് സക്സസ്ഫുൾ ആവാനുള്ള ചാൻസസ് കാണുന്നത്. അപ്പം പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ പേഴ്സണെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബെറ്റർ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുന്നത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഹീലിങ്ങും കാര്യങ്ങളും ചെയ്യാം. പിന്നെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കാതിരിക്കുക. പേഴ്സണെ റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരു പേഴ്സണെ റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ താങ്ക് യു.